ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സിപിഎം ദേശീയ നേതാക്കളെ കേരളത്തിൽ നിന്നും മത്സരിപ്പിച്ചേക്കും. കേന്ദ്രത്തിൽ ബിജെപി ഇതര കക്ഷികൾ നയിക്കുന്ന കൂട്ടുമുന്നണി സർക്കാർ നിലവിൽ വന്നാൽ വിലപേശൽ ശക്തിയായി നിർത്താനുള്ള നേതൃത്വങ്ങൾ പാർലമെന്റിൽ വേണമെന്ന അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദേശീയ നേതാക്കളെ കേരളത്തിൽ നിന്നും മത്സരിപ്പിക്കാൻ സിപിഎം നീക്കം നടത്തുന്നത്. പാർട്ടി മുൻ ജനറൽ സെക്രട്ടറിയായ പ്രകാശ് കാരാട്ടിന്റെ പേരാണ് പ്രധാനമായും ഉയർന്നു കേൾക്കുന്നത്. മത്സരിക്കാൻ കാരാട്ട് താൽപര്യം അറിയിച്ചാൽ കണ്ണൂർ അദ്ദേഹത്തിന് നൽകിയേക്കും. പോളിറ്റ് ബ്യൂറോ അംഗമായ വൃന്ദ കാരാട്ട്, കേന്ദ്ര കമ്മിറ്റി അംഗമായ വിജു കൃഷ്ണൻ എന്നിവരുടെ പേരും സജീവമായി പരിഗണനയിലുണ്ട്. പാർട്ടിയുടെയും ബഹുജന സംഘടനകളുടെയും നേതൃത്വത്തിൽ നടന്ന കർഷക പ്രക്ഷോഭങ്ങളുടെ വിജയം, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന തൊഴിലാളി സമരങ്ങളിലുണ്ടായ പങ്കാളിത്തം, ഇതെല്ലാം ദേശീയ തലത്തിൽ ഇടതു രാഷ്ട്രീയത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ആ ഘട്ടത്തിൽ പാർലമെന്റിൽ എംപിമാരുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള നീക്കമാണിത്. കാരാട്ടിനെ കേരളത്തിൽ നിന്നും മത്സരിപ്പിക്കുന്നതിൽ പാർട്ടിക്കുള്ളിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാകാൻ ഇടയില്ല. ഇനി ഏത് മണ്ഡലം നൽകണമെന്ന സംശയം മാത്രമാണ് ബാക്കിയുള്ളത്. പാർട്ടി മുൻ ജനറൽ സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ കാരാട്ടിനെ വിജയ സാധ്യതയുള്ള മണ്ഡലമായിരിക്കും പാർട്ടി മാറ്റിവെക്കുക. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.